ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വീട്ടിലെ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു സ്നാക്സ് ആണ്. അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ട് എന്തായിട്ടായാലും കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോകാം. നല്ല മഴയായതുകൊണ്ട് വോയിസ് ക്ലാരിറ്റി കുറവായിരിക്കും കേട്ടോ. നമ്മുടെ വീട്ടിലെ കുറച്ച് ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സ്നാക്സ് ആണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റാണ്, അത്രയും ഹെൽത്തിയാണ്. അതിനുവേണ്ടി ഒരു ബൗളിലോട്ട് ഈ ഒരു അളവിൽ ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഒരു ക്യാരറ്റ് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു അളവിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കുഞ്ഞ് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് ഞാൻ തലേ ദിവസം സോക്കാൻ വെച്ച കടലയാണ് കേട്ടോ. അത് മുഴുവൻ എടുക്കുന്നില്ല, കുറച്ചേ എടുക്കുന്നുള്ളൂ. അതിന് കുറച്ച് ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ട്രിപ്പായിട്ട് അരച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എടുത്ത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്രയും ആവശ്യമില്ലായിരുന്നു. അതിലോട്ട് ഞാൻ ഒരു 4 വെളുത്തുള്ളി, ചെറിയ 2 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, പിന്നെ നമ്മുടെ മല്ലിയില അരിയേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഞാൻ അരിഞ്ഞു പോയി. ഇങ്ങനെ അരിഞ്ഞ് ശീലിച്ചത് കൊണ്ടാണെന്നറിയില്ല. എന്ത് കിട്ടിയാലും അപ്പം അരിയുവാണ്. അപ്പം ഞാൻ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം മാത്രം ഒഴിക്കാവൂ കേട്ടോ. ഇത് അരയാൻ പാകത്തിനുള്ളത് മാത്രം വേണം. ഒരു നല്ല തിക്കായിട്ട് തന്നെ കിട്ടണം കേട്ടോ. അത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. നമ്മൾ അരച്ചതൊക്കെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ട്രിപ്പായിട്ട് അരച്ചത് കൊണ്ടാട്ടോ ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റിയത്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരയ്ക്കാൻ. നമ്മുടെ ചമ്മന്തിക്കൊക്കെ അരയ്ക്കൂലേ, ആ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ. നമ്മളിത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ ആ വെജിറ്റബിൾസ്, അതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ കുരുമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കണേ. നിങ്ങൾ പൊടിയാണെങ്കിൽ പൊടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇടണം കേട്ടോ, ചെറിയ ജീരകം പൊടിച്ചത്. പിന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ റവയാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചീശെ എടുത്തിട്ട് ഓരോ ഷേപ്പിലാക്കി കൊടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവേ. അങ്ങനെ നമുക്കിതെല്ലാം ഉണ്ടാക്കി മാറ്റാം. ഞാനിതാ എല്ലാം അവിടെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം തിന്നും ആവരുത്, തിക്കും ആവരുത് കേട്ടോ. ഒരു മീഡിയം ലെവലിൽ വേണം ഇത് ഉണ്ടാക്കാൻ. പിന്നെ നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുക്കാം. കടായി എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു പോയി, അതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റിയില്ല. പിന്നില്ലേ ഒരു 1.5 ടീസ്പൂണൊന്നും വേണ്ട കേട്ടോ. 1 ടീസ്പൂണോളൊക്കെ മതി വെളിച്ചെണ്ണ. ഇത് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കുറച്ച് ഒഴിച്ചാൽ മതി, അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യില്ല, അതുപോലെ തന്നെയാണ് സംഭവം. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പൊട്ടിപ്പോവാതെ നോക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇടണം. ഇളക്കി വിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി ഇട്ടാൽ മതി. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്താൽ മതി കേട്ടോ. ഇനി അടച്ച് വെച്ച് 2 മിനിറ്റോളം കുക്ക് ചെയ്യാവേ. 2 മിനിറ്റ് കൂടുതലൊന്നും വേണ്ട. അതുപോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് കുക്ക് ചെയ്യാൻ. ഇപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിത് തുറന്ന് നോക്കിയിട്ട് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവാതെയൊക്കെ നോക്കണം. നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും അടച്ചിട്ടിട്ട് ഒരു 2-3 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ സ്നാക്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാ സ്നാക്സും ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. എന്നിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുവാണ്. അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഉണ്ടായിരുന്നു ഉണ്ടാക്കി വന്നപ്പോൾ കേട്ടോ. അതുകൊണ്ട് തന്നെ 2 പ്ലേറ്റിലോട്ടായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ. ഒരു നേരത്തെ ഫുഡായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാതെ ആയിരിക്കും. ബൈ.